ഹലോ ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് ഇതിന്റെ അൺബോക്സിംഗ് ആയിട്ടാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കൺസ്യൂബിസിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് ഇതിന്റെ അൺബോക്സിംഗ് ആയിട്ടാണ്. ഓക്കെ, സോ ഇതിന്റെ പേര് ഇതൊരു വയർലെസ് മൈക്കാണ്. പ്രോട്രോണിക്സ് -7 എന്നാണ് ഈ മൗസിന്റെ പേര്. മൈക്കിന്റെ പേര്. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ 2000 രൂപയെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 1 ഇയർ വാരണ്ടി, പിന്നെ മൊബൈൽ ആക്സസറീസ്, PC ആക്സസറീസ് ബാക്കിൽ എഴുതിയിട്ടുണ്ട്. സോ ഇത് ഇൻ്റർവ്യൂ, ലൈവ് ഷോ, വ്ളോഗ്, ഷോർട്ട് വീഡിയോ, അതിനൊക്കെ ഇത് നല്ലതെന്നാണ് ഇവർ പറയുന്നത്. പ്രോട്രോണിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അടുത്ത്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലോട്ട് വരികയാണെങ്കിൽ ഇതാണ് പെട്ടി. ഇതിങ്ങനെ തുറക്കണം. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് വാരണ്ടി ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ വാരണ്ടി കാർഡ് വരുന്നുണ്ട്. സോ ദിസ് ഈസ് ദ മൈക്ക്. ഇതാണ് ആ മൈക്ക്. ആകെ 2 സാധനം ഇതിനകത്ത് വരുന്നുള്ളൂ. മൈക്കും പിന്നെ ഈ ഒരു പെൻഡ്രൈവ് പോലത്തെ സാധനം. ഇതാണ് വരുന്നത്. ഇതാണ് പെട്ടിയിൽ വരുന്ന സംഭവങ്ങൾ. വാരണ്ടി കാർഡ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ മാറ്റി വെച്ചേക്കാം. ഇത് ഓക്കെ. സോ ദിസ് ഈസ് ഈ 2 ഐറ്റംസാണ്. ഇത് ഇങ്ങനെ പെയർ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. പെയർ ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ ഇപ്പം ഞാൻ എടുക്കുന്നത് എൻ്റെ മറ്റേ ഓപ്പോയിലാണ്, പഴയ ഫോണിലാണ്. സോ ഞാൻ പറയണ ലിപ്സും പിന്നെ എൻ്റെ വോയിസും വേറെ രീതിയിലായിരിക്കും മിക്കവാറും വന്നത്. കുറച്ച് പഴകിയ ഫോണായിരുന്നുണ്ടാവും, പുരാതന വസ്തു. ഓക്കെ, സോ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൻഡ്രൈവ് എടുക്കുക. ഇത് C ടൈപ്പ് ആട്ടോ. C ടൈപ്പിൽ മാത്രം വർക്ക് ആവുള്ളൂ. ഇവിടെ ഇങ്ങനെ നമ്മുടെ ഇവിടെ കയറ്റാം, ഓണാക്കുക. അത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. അത് ഇങ്ങോട്ട് ഞെക്കി പിടിക്കുക. അപ്പോൾ ലൈറ്റ് ഇവിടെ തെളിയും. ഇവിടെ ലൈറ്റ് തെളിയും ഗൈസ്. അതിനർത്ഥം ഇത് പെയറായെന്നാണ്. പിന്നെ നേരെ നമ്മളിത് ക്യാമറയിലോട്ട് പോവുക ഗൈസ്. ക്യാമറ പോകണമെങ്കിൽ ഇത് പെയറായിട്ടുണ്ട്. ഇവിടെ മുകളിലൊരു ഇത് വന്നാട്ടോ, ഇത് കത്തിയേക്കണുണ്ടോ. ഇപ്പൊ ഇത് പെയറായിട്ടുണ്ട്, ഇതായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് സംസാരിച്ചു നോക്കാം. നമുക്ക് തിരിച്ച് ഇതിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, ഇപ്പൊ കുറച്ചും കൂടി ക്ലിയർ അല്ലേ പറയുന്നത്? ഹലോ, ഹായ്, ഹലോ. ഇത് നമുക്കിത് ഇവിടെ ഇതുണ്ടോ, ഇതിങ്ങനെ ഒരു ക്ലിപ്പ് പോലത്തെ സാധനം ഉണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ വെച്ചിട്ട് പറഞ്ഞാലും മതി. ഹലോ അങ്ങനെ പറഞ്ഞാലും മതി ഗൈസ്. ഇതിന് 2000 രൂപ എന്നാണ് പറയണത്. ഞാൻ ആമസോണിൽ നോക്കിയിട്ട് ഇതിന്റെ മണി അതൊക്കെ നമുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഗൈസ്. സോ ഇതാണ് ഈ മൈക്കിന്റെ അൺബോക്സിങ്. പ്രോട്രോണിക്സ് -7 വയർലെസ് മൈക്രോഫോൺ വിത്ത് Type-C റിസീവർ. സോ ഇത് Type-C ആണ്. ഹലോ ഗൈസ്, സോ ഞാനങ്ങനെ എമ്പുരാൻ കണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും എത്തി. ഹലോ, നമ്മുടെ മൈക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ എമ്പുരാൻ കണ്ടിരിക്കുന്നത്. എമ്പുരാന്റെ അർത്ഥം 2 അർത്ഥം കണ്ടുണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണം ഓവർലോഡ് എന്നായിരുന്നു അർത്ഥം. വേറെ ഒരെണ്ണം ഒരു കിങ്ങിനേക്കായും ശക്തനാണ്, പക്ഷെ ദൈവത്തിനേക്കായും ശക്തനല്ല. അങ്ങനെ ഞാൻ ഗൂഗിളിൽ അടിച്ചപ്പോൾ 2 എണ്ണം വന്നിരുന്നു. ഈ സിനിമയിൽ ഉപയോഗിച്ചേക്കുന്നത് ഏതാണെന്ന് അറിയില്ല. ഓവർലോഡാണോ അല്ലെങ്കിൽ മറ്റേതാണോന്ന് അറിയില്ല. ഒരു 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 നല്ലൊരു സിനിമയാണ് എമ്പുരാൻ. നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. അല്ലാണ്ട് ഭയങ്കര നെഗറ്റീവ് അങ്ങനൊന്നുമില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ കാണാൻ പറ്റും. ബട്ട് ലൂസിഫർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫർ ആയിരിക്കും മച്ച് ബെറ്റർ ദാൻ ദിസ്. കുറച്ച് ലാഗിങ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ലെങ്ത് 3 hours ഉണ്ട് ഫിലിം. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അങ്ങോട്ട് പോയായിരുന്നു. ഇന്നലെയാണ് കണ്ടത്, 30th March. സോ ഞാനിപ്പോ റിവ്യൂ ഇടുന്നത് ഈ മൈക്ക് വെച്ചിട്ടാണ്. ഈ മൈക്കിന്റെ അൺബോക്സിങ് ഈ വീഡിയോയിൽ തന്നെ ആയിരിക്കും. 2 കൂടി ഒരു വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത്. സോ ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി ഫോർ മീ. നല്ല കിട്ടിയിലും ബാക്ക്ഗ്രൗണ്ട്, നല്ല അടിപൊളി ഫ്രെയിംസ് ആൻഡ് വിഷ്വൽസ് ആണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ദീപക് ദേവ് ആണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കാസ്റ്റ് ഒരുപാട് പേരുണ്ട്. പൃഥ്വിരാജ് ഉണ്ട്, മോഹൻലാൽ ഉണ്ട്. അവരാണ് മെയിൻ ഇതിനകത്ത്. പിന്നെ ഒരു വില്ലനായിട്ട് വന്നവനുണ്ട്, അവന്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ കുറെ പേര് നന്നായിട്ട് ഇതിനകത്ത് അവരുടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, അവരൊക്കെ നന്നായിട്ട് അവരുടെ ഇത് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓവറോൾ എ ഗുഡ് മൂവി ഫോർ മീ.
നല്ല ഊളപ്പടം ഒന്നൊന്നുമല്ല. ഓക്കെ, കണ്ടിരിക്കാം നമുക്ക്. പക്ഷെ ഭയങ്കര വലുതല്ല, ഒരു ആവറേജ്, എബോ ആവറേജ് ഫിലിം അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നല്ല വിഷ്വൽസ് ആയിരുന്നു. ഡയറക്റ്റഡ് ബൈ പൃഥ്വിരാജ് സുകുമാർ, പിന്നെ റൈറ്റർ മുരളി ഗോപി. സോ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി, നല്ലൊരു സിനിമയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കമന്റ് ഓണായിരിക്കും, ഇംഗ്ലീഷ് എനിക്കറിയില്ല. സോ ഇറ്റ്സ് പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തും പറയാനില്ല, കുറച്ചും പറയാനില്ല. അങ്ങനെയാണ് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടത്. ഇറ്റ്സ് വർക്ക് ഫോർ മീ. തുടക്കത്തിൽ ഇത്തിരി വയലൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി നിർത്തുവാണെങ്കിൽ സിനിമ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. കുറച്ച് വയലൻസ് ഉണ്ട് തുടക്കം ഭാഗത്ത്. സോ ഇത് നല്ലൊരു പടമായിരുന്നു. എമ്പുരാൻ, ലൂസിഫർ 2, ഇനി ലൂസിഫർ 3 വരുന്നുണ്ട്, ഡ്രാഗന്റെ ചിഹ്നമൊക്കെ വെച്ചിട്ട്. സോ ലൂസിഫർ 3 നല്ലതാവുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. സോ ഇഫ് യു ലൈക്ക് ദി വീഡിയോ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എല്ലാവർക്കും ബൈ.